സുശീലയില്ലേടി, നീയാണ് ഇതൊക്കെ ചെയ്യുന്നേ? സുശീല മീൻ വെട്ട ദീപപ്പച്ചി. ദീപപ്പച്ചി ഇരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? നിങ്ങളാരും കഴിച്ചില്ലേ? ഇല്ലെന്നേ. ദീപാപ്പച്ചി എന്താ വന്ന വേഷത്തിൽ തന്നെ ഡ്രസ് മാറുന്നില്ലേ? ഇല്ലടി, എനിക്ക് പോണ്ടല്ലേ. എങ്ങോട്ട്? ചങ്ങനാശ്ശേരിക്ക്. ഇന്ന് പോവാനോ? വീടാവേ? ആഹാ, അത് കൊള്ളാലോ. എന്റെ മോളെ, ഞാൻ സമയം ഉണ്ടായിട്ട് വന്നതല്ല. ഇവിടെ പോലീസ് വരുന്നു, കിടങ്ങൂര് ക്രൈംബ്രാഞ്ചുകാര് വരുന്നു. ഇതൊക്കെ കേട്ടിട്ട് എനിക്കെന്തോ ഒരു പേടി. ഹരിയെ കണ്ടേ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാ. അത് ചുമ്മാ. വിവരം അറിയാനായിരുന്നെങ്കിൽ അച്ഛന്റെ ഫോണിൽ വിളിച്ച പോരായിരുന്നോ? അത് പിന്നെ ഫോണിലൊക്കെ ഓരോന്ന് ചോദിക്കുന്നതേ സേഫ് ആണോടി? ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിക്കുമ്പോഴേ ഫോണൊക്കെ അവര് ചോർത്തത്തില്ലയോ? ദീപപ്പച്ചി ഇരിക്കെ, നമുക്ക് കഴിക്കാം. മോൻ എന്തേടി? അവനെ കിടത്തി ഉറക്കി. അനിതയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? അത് ഞാൻ റൂമിൽ കൊടുത്തായിരുന്നു. മതി. അപ്പോ ദീപപ്പച്ചി ഇന്ന് തന്നെ തിരിച്ചു പോവല്ലേ? പോകാൻ മനസ്സുണ്ടായിട്ടല്ല, വീട്ടിലാരെങ്കിലും വേണ്ടേ? എന്നാ ഇനി ഞാൻ നിൽക്കുന്നില്ല. ഇതെന്തൊരു വരവും പോക്കുവാ ദീപപ്പച്ചി. ഇങ്ങനെ വരണ്ടായിരുന്നു. വേറൊരു ദിവസം വരാടി. നിന്നെയും കൊച്ചിനെ ശരത്തിന്റെ വീട്ടിലോട്ട് കൊണ്ടുവിടാനേ ഞാൻ എന്തായാലും വരുന്നുണ്ട്. അന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. ചുമ്മാ പറയുക. അല്ലടി, ചേച്ചി പോവാണോ ഇത്ര പെട്ടെന്ന്? വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും മോഹനേട്ടനും മാത്ര. ഉച്ചയാവുമ്പോഴേക്കും തിരിച്ചെത്താമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സംഗതി അതൊന്നും അല്ലെന്നേ. അച്ഛന്റെ അടുത്ത് എന്തോ ഒരു സീക്രട്ട് ബിസിനസ്സുമായിട്ട് വന്നതാ ദീപാപ്പച്ചി. അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാണും. അച്ഛൻ ബാങ്കിൽ പോവുകയും ചെയ്തു. ഇനി എന്തിനാ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ സമയം കളയുന്ന? വേഗം സ്ഥലം വിട്ടാ അവനവന്റെ വീട്ടിൽ ചെന്ന് കിടക്കാലോ. ഇത് തന്നെ സംഭവം. ഇവിടെ പറഞ്ഞതാ കറക്റ്റ്. പോടി എവിടുന്ന്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ വന്നേ? എന്നെ കാണാനല്ല, ഹരിതേച്ചി കാണാനും അല്ല, നിവ്യമോളെ കാണാനാണോ? അതും അല്ല. ആന്റിയെ കാണേണ്ട ഒരു കാര്യമില്ലല്ലോ. പിന്നെ ആരെ കാണാനാ? പിന്നെ അച്ഛനല്ലേ ഉള്ളൂ. ഞാനേ ഹരിതയുടെ മോനെ കാണാൻ വന്നതാ. ഓ എന്റെ ദൈവമേ, ഇതുപോലൊരു നുണ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. പോവാണെങ്കിൽ എളുപ്പം പൊയ്ക്ക ചേച്ചി. ഇല്ലെങ്കിൽ പിള്ളേര് രണ്ടും കൂടെ ചേച്ചി വെള്ളം കുടിപ്പിക്കും. അതിന് മാത്രമൊന്നും വളർന്നിട്ടില്ല ഇവളുമാർ രണ്ടുപേരും. ഞങ്ങള് പെട്ടെന്ന് വളരുവേ. ആ, എന്നാ അതിനു മുമ്പ് പോയേക്കല്ലേ? ആ, അതാ നല്ലത്. രക്ഷപ്പെട്ടോ? ആ, പോട്ടടി. എന്താ ചേച്ചി? ഒന്നുമില്ല. നിന്നോട് എന്തൊക്കെയോ ചോദിക്കണമെന്നോ പറയണമെന്നൊക്കെ വിചാരിച്ച ഞാൻ വന്നത്. വേണ്ട, ഇനി ഒരിക്കലാവട്ടെ.